ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1711. ഇന്ന് സെപ്റ്റംബർ മാസം 6-ാം തീയതി. ഈ ആണ്ടിലെ 250-ാമത്തെ ദിവസമാണ് ഇന്ന്. 8 നോമ്പിന്റെ 6-ാം ദിനമാണ്. മറിയമെന്ന അമ്മ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. കാലിത്തൊഴുത്തിലെ ആ രാത്രിയെക്കുറിച്ച് സുവിശേഷകൻ ഇങ്ങനെയല്ലേ വിവരിക്കുന്നത്? യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ പ്രതികരണങ്ങളെ ഇങ്ങനെയാണ് കുറിക്കുന്നത്. സത്യത്തില് ഈ അമ്മ മറിയം ആരാണ്? എങ്ങനെയാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൈവദൂതനോട് പോലും ചോദിച്ച ആളല്ലേ? ദൈവദൂതനോട് അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെട്ട ആളാണ്. ഇപ്പോൾ ചോദ്യങ്ങളൊന്നുമില്ല. ചോദ്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. നിശബ്ദതയിലാണ്, ഗാഢമായി ചിന്തിക്കുകയാണ്. മറിയം ബോധപൂർവം തെരഞ്ഞെടുത്ത ഒരു മൗനമുണ്ട്. ആ മൗനം മറിയെ എത്ര മനോഹരമായ ഒരു ധ്യാനാനുഭവത്തിലേക്കാണ് പതിയെ പിന്നീട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറിയം എന്തായിരിക്കാം ഈ മൗനത്തിലും മൗനം കൂട്ടിക്കൊണ്ടുപോയ ധ്യാനത്തിലും വിചാരിച്ചതും കണ്ടെത്തിയതുമൊക്കെ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന മാലാഖയുടെ ഒരു ഉറപ്പിന്റെ ഒരു ശബ്ദം ഇങ്ങനെ മറിയം സുഹൃത ജപം പോലെ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ടാവും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ ഓരോരുത്തരും പതിയെ അടുത്തു വരുമ്പോൾ ഒരു അമ്മ ഓർമ്മകളിലൂടെയും അമ്മ വഴികളിലൂടെയുമൊക്കെ ബോധപൂർവം വേറിട്ട് നടക്കാനായിട്ട് ഓരോരുത്തരും തീരുമാനിക്കുന്നു. അമ്മ കേട്ട ദൈവം പറഞ്ഞ മാലാഖയുടെ സന്ദേശം നമ്മളും ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ജപിച്ചുകൊണ്ടിരുന്ന നല്ലതാണ്, ആവർത്തിച്ചുകൊണ്ടിരുന്ന നല്ലതാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അല്ലെങ്കിൽ ഏറെ പരിഭവങ്ങൾ കൊണ്ട്, ഒരുപാട് കുറ്റപ്പെടുത്തലുകളുണ്ട്, 1000 ചോദ്യങ്ങൾ കൊണ്ട് ആ തിരുരാത്രിയുടെ പരിശുദ്ധിയെ ഏതൊരാളും തീർച്ചയായും കളങ്കപ്പെടുത്തിയിരുന്നു. ഉറപ്പല്ലേ? ഏതൊരാൾ തീർച്ചയായും കളങ്കപ്പെടുത്തും. എന്നിട്ടും മറിയം പരിഭവങ്ങളിലേക്ക് പോയില്ല. ആരെയും കുറ്റപ്പെടുത്താനായിട്ട് വിരല് ചൂണ്ടിയില്ല. ദൈവത്തോടും വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് മുതിർന്നില്ല. മറിയം എന്ന അമ്മ എങ്ങനെയാണ് ഇത്രമേൽ നിശബ്ദതയോടെ ഇങ്ങനെ അവനവനെ തന്നെ കാത്ത് സൂക്ഷിച്ചത്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആ ദൈവത്തിന്റെ കൃപയാണ് തന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു ബോധത്തിലുമാണ്. അമ്മയോട് നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്. അത്തരമൊരു കൃപയുടെ ബോധത്തിലേക്കും എന്നെയും ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകണമേ. ആമേൻ.